ഹലോ ഓൾ, ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും സ്വർഗ്ഗവാസൽ എന്ന് പറയുന്നൊരു പടത്തിന്റെ ട്രെയിലർ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ വന്നിങ്ങനെ നോക്കിയപ്പോഴത്തേനും ആണ് കണ്ടത് നമ്മുടെ RJ ബാലാജിയാണ് പടത്തിൽ ലീഡ് റോളിൽ വരുന്നത്. സെൽവരാഘവനുണ്ട്. പിങ്കി മ്യൂസിക്കിലാണ് ട്രെയിലർ റിലീസ് ചെയ്തിട്ടുള്ളത്. വേറെ കോപ്പിറൈറ്റ് അടിക്കുന്നതാണ്, നമുക്ക് നോക്കാം കോപ്പിറൈറ്റ് അടിക്കുമോ ഇല്ലയോ. ഏതായാലും ട്രെയിലർ ഒന്ന് കണ്ടു കളയാം. സ്വർഗ്ഗവാസൽ. இந்தியன் பிரசன் ஹிஸ்டரியிலேயே இப்படி ஒரு சம்பவம் நடந்ததில்லை. நரகத்தில் இருக்கிற எல்லார்கிட்டையும் சொர்க்கத்துக்கு ஒரு சாவி இருக்குன்னு சொன்னா அவங்க அதை கண்டுபிடிக்காமையா இருப்பாங்க. ஏன்னா அவங்களுக்கு சொர்க்கத்துக்கு போக இல்லை, அந்த நரகத்திலிருந்து தப்பிக்கணுன்ற வெறியில. നമ്മളെ മലയാളി ஜெயில்னா போலீஸ் கண்ட்ரோல்ல ஷரஃபுதி தனியா ஒரு சாம்ராஜ்யம் வச்சு நடத்த கூடாது. மாஸ்டர் ராமா இங்க நம்ம போலீஸா அவன் போலீஸா யார் என்ன பண்ணாலும் சகிச்சுட்டு தான் போகணும்ல. சானியே பிரச்சனை. நீ வெளியில போகணும்னு கேட்டேன், நான் ஒரு வழி சொன்னேன். இங்க யார் போலீஸ் யார் அக்யூஸ்ட்னே தெரியல. സ്വർഗ്ഗവാസൽ തിരിച്ചടിയാണ്. அப்படி ஒரு சாவி ஒருத்தங்கிட்ட கிடைச்சா அவன் அந்த கதவை திறந்துட்டு போக மாட்டான், உடைச்சிட்டு போவான். സിദ്ധാർത്ഥ് വിശ്വനാഥ്. റിലീസിംഗ് ഓൺ November 29th. സ്വർഗ്ഗവാസൽ. ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ഒരു ജയിലിനകത്ത് പെട്ടുപോകുന്ന ആൾക്കാർ, ഒരു പോലീസുകാരൻ, പിന്നെ പോലീസുകാരും ജയിലിലുള്ളവരും തമ്മിലുള്ള ഒരു കലവരം, ഒരു പ്രശ്നം, സംതിങ് ലൈക്ക് ദാറ്റ്. എന്തോ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, എന്തോ ഒരു സംതിങ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു നല്ല രസമാട്ടോ. ഈ ട്രെയിലറിന്റെ അകത്ത് ഒരു സാധനം ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എന്നറിയാനായിട്ടുള്ളൊരു ആകാംക്ഷ ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം. അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് മ്യൂസിക് ബൈ ക്രിസ്റ്റോസേവർ. എന്റെ മോനെ ഓ, അങ്ങനെ വരട്ടെ. ശരി ശരി ശരി, ക്രിസ്റ്റോസേവർ ആണ് കേട്ടോ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചിങ്ങനെ, നമ്മൾ നല്ലത് കാണുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ, അപ്പം അങ്ങനെ ശ്രദ്ധിച്ചതാണ്. അപ്പം അടിപൊളി. DOP പ്രിൻസ് ആൻഡേഴ്സൺ, എഡിറ്റർ സെൽവ RK. പ്രണയവിലാസം മൂവിയിൽ മറ്റേ പഴയ കാലം കാണിക്കുമ്പോഴത്തേനും ഹക്കീം ഷാ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. ഹക്കീം ഷാ ഇതിലുണ്ട്. പുള്ളി നമ്മുടെ മലയാളികൾ 3 പേരുണ്ട് കേട്ടോ. ഹക്കീം ഷാ ഉണ്ട്, സനിയേപ്പൻ ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്. ഷറഫുദ്ദീനൊക്കെ നല്ല ബോൾഡ് ക്യാരക്ടേഴ്സ്, വരത്തനിലൊക്കെ നല്ല കിടക്കൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളാണ്. അതിലൊന്നും വലിയ അതിശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹക്കീം ഷാ എന്ന് പറയുന്ന അങ്ങേര് പുള്ളി അടിപൊളിയാണ്. തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് പുള്ളി. അവര് ഉപയോഗിക്കുന്നുണ്ട്. ഏതാ മനസ്സിലായി, നമ്മുടെ ഈ കൈദിക്കകത്ത് നരേനെ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിയില്ലേ, ആ ഒരു സംഭവം. എന്ന് വെച്ചാല് മലയാളത്തില് പുള്ളിയെ ഉപയോഗിച്ചില്ല, തമിഴിൽ കൊണ്ടുപോയിട്ട് ലോക്കി ഉപയോഗിച്ചു. അതാണ് എൻ്റെ ഒരു സംഭവം. അപ്പൊ അതുപോലെ തന്നെയാണ് സ്വർഗ്ഗവാസൽ എന്ന് പറഞ്ഞൊരു പടത്തിന് ട്രെയിലർ, പിന്നെ സാനി അയ്യപ്പൻ ചെയ്തിട്ടില്ലാത്ത തരത്തിലൊരു റോള് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിയൊക്കെ നല്ലൊരു ബ്രേക്ക് ത്രൂ ആകട്ടെ. അത് ട്രെയിലർ നല്ലതാണ് കേട്ടോ. ഈ പടം വരുമ്പോഴത്തേനും നമുക്കറിയാം ഇങ്ങനെ ഉണ്ടെന്ന്.